ചാലക്കുടി നമുക്കറിയാം രൂപം കൊണ്ട കാലം നമുക്കറിയാം. ആദ്യം UDF ജയിക്കുന്നു, KP ധനപാലൻ ജയിക്കുന്നു. അതിനുശേഷം വളരെ കൗതുകകരമായ നിലയിൽ ഇന്നസെന്റിലൂടെ LDF ആ മണ്ഡലം പിടിക്കുന്നു. അതിനുശേഷം വീണ്ടും UDF ജയിക്കുന്നു. ഇതാണ് ബെന്നി ബെഹനാൻ, C രവീന്ദ്രനാഥ്, അതുപോലെ തന്നെ K ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. ഈ 3 സ്ഥാനാർത്ഥികളാണ് ഈ തവണ നിരന്നിരിക്കുന്നത്. സിറ്റിംഗ് MP ആയ കഴിഞ്ഞ തവണ ഇന്നസെന്റിനെ തന്നെ തോൽപ്പിച്ച് മണ്ഡലം പിടിച്ചിട്ടുള്ള ബെന്നി ബെഹനാനെ എതിരിടാൻ C രവീന്ദ്രനാഥ് എന്ന ജനകീയ മുഖത്തെ ഇറക്കിയിരിക്കുന്നു. ഒപ്പം BDJSന്റെ സ്ഥാനാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് അവിടെ മത്സരിക്കുന്നത്. K ഉണ്ണികൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത്. ഇത്തവണ നേരത്തെ റാഷിദ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഘടകം വർക്ക് ചെയ്യുന്നു. ചാർലി പോൾ എന്ന സ്ഥാനാർത്ഥി കൂടി അവിടെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. 10% വോട്ട് ഒരു പക്ഷേ ചാർലി പോൾ പിടിക്കാനുള്ള വലിയ സാധ്യതയും കാണുമ്പോൾ LDF അപ്രതീക്ഷിതമായി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി ചാലക്കുടി മാറുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാവേലിക്കരയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ ചില വിജയം, ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ചില വിജയങ്ങളും മറ്റു ചില സീറ്റുകളും അത്രയും മാത്രമേ LDFന് ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നു. ഏതാണെങ്കിലും അങ്ങനെ ഒരു പക്ഷേ അപ്രതീക്ഷിതമായി ഒരു വിജയം ഉണ്ടാകാൻ സാധ്യതയുള്ള എങ്കിൽ പോലും എനിക്ക് UDFനാണ് എഡ്ജ് തോന്നുന്നത്. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ മറിച്ച് സംഭവിച്ചാൽ അതിലേറ്റവും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നത് ഈ ചാർലി പോളിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടായിരിക്കും. അദ്ദേഹത്തിന് പെരുമ്പാവൂർ, അങ്കമാലി, അതുപോലെ തന്നെ കുന്നത്തുനാട് അങ്ങനെ പല മണ്ഡലങ്ങളിലും സ്വാധീനമുണ്ട്. അങ്ങനെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ആളാണ്. എങ്കിൽ പോലും ഏറ്റവും അവസാനം പറഞ്ഞു കേട്ട ഒരു കാര്യം, CPMുമായി ഈ 2020യുടെ നേതൃത്വം ഏറ്റുമുട്ടിയതിന്റെ പേരിൽ അത് CPMന് ഒരു ഗുണമുണ്ടാകുന്ന രീതിയിൽ വേണ്ട, UDF തന്നെ ജയിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ചില നീക്കുപോക്കുകൾ നടന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നേതൃത്വം അറിഞ്ഞിട്ടായിരിക്കില്ല, ചിലപ്പോൾ താഴെ തട്ടിലോ ഒക്കെ ഒരു പക്ഷേ നടന്നിട്ടുണ്ടാകാം. ശരി, എങ്ങനെ തോന്നുന്നു ചാലക്കുടി UDFനെ സംബന്ധിച്ച്? പഴയ മുകുന്ദപുരം വളരെ സേഫ് ആയിട്ടൊരു UDF ഏരിയയാണ്. അങ്കമാലി ആലുവയൊക്കെ ഉൾക്കൊള്ളുന്ന മേഖലയാണ്. ചാർലിയുടെ സാന്നിധ്യം പ്രധാനം തന്നെയാണ്. സഭയുമായി ബന്ധപ്പെട്ട്, മദ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മേഖലയിൽ പരിചിതനാണ്. പക്ഷേ അവിടെ എന്തെങ്കിലും അട്ടിമറി ചാലക്കുടിയിൽ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതേയില്ല. ബെന്നി ബെഹനാൻ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി തന്നെ കടന്നുപോകും. രവീന്ദ്രനാഥ് നല്ല സ്ഥാനാർത്ഥിയൊക്കെയാണ്, പക്ഷെ ചാലക്കുടിയിൽ നല്ല സ്ഥാനാർത്ഥിയല്ല. കാരണം ചാലക്കുടി മണ്ഡലത്തിന് അതിൻ്റെ പരമ്പരാഗതമായ ആ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങളൊന്നും. പക്ഷേ അവിടെ 1-2 ഘടകങ്ങളുണ്ട്. AN രാധാകൃഷ്ണൻ പിടിച്ചത്ര വോട്ട് K ഉണ്ണികൃഷ്ണൻ പിടിക്കുമോ? ഒപ്പം അദ്ദേഹം BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ വോട്ട് വിഹിതത്തിൽ വരാൻ സാധ്യതയുള്ള കുറവ്, C രവീന്ദ്രനാഥ് പിടിക്കാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ BJP വോട്ടുകൾ പ്ലസ് ചാർലി പോൾ. അതിനപ്പുറത്ത് അഭിലാഷ്, ആ വോട്ടുകളുടെ പൊതു സ്വഭാവം എന്താണ്? അതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളാണ്. അത് രവീന്ദ്രനാഥിന് പോൾ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ആ ഘട്ടത്തിൽ അവർക്ക് അത് ആ വോട്ടുകൾ പരമസാത്വികനായ ശുദ്ധ വെജിറ്റേറിയനായ രവീന്ദ്ര മാഷിന് കിട്ടില്ല, സാധ്യത കുറവാണ്. അല്ല, പക്ഷെ അവിടെ ഈ പുതുക്കാട് മണ്ഡലത്തിൽ മാഷ് മത്സരിക്കുമ്പോൾ മാഷക്ക് പാർട്ടി വോട്ടും അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂല വോട്ടുകളും മാത്രമല്ല കിട്ടിയിരുന്നത് എന്നുള്ള കാര്യം കൂടി മധു ഓർക്കണം. പക്ഷെ രാജീവേ, ഈ നമ്മൾ അതിനൊപ്പം തന്നെ അന്ന് മത്സരിച്ചിരുന്നപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല സംസ്ഥാനത്ത് എന്ന് മറക്കരുത്. അത് ശരിയാണ്. ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു ഘടകം കൂടി. കാരണം നമുക്ക് ഗോപകുമാർ സാറിനോട് ചോദിക്കാം. ഡോക്ടർ G ഗോപകുമാർ, പല ഫാക്ടേഴ്സ് 2020 പിടിക്കാൻ സാധ്യതയുള്ള 10% വോട്ട്, NDA വോട്ട് ഷെയറിൽ വരാൻ സാധ്യതയുള്ള കുറവ് തുടങ്ങിയ ഘടകങ്ങളെല്ലാം പരിഗണിച്ചാൽ ചാലക്കുടിയിൽ ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ടോ LDFന്? ഇല്ല, ഫൈറ്റിംഗ് ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പഴയ മുകുന്ദപുരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന 1967 കോൺഗ്രസ് ജയിച്ച ഏക ലോക്സഭാ മണ്ഡലമാണ് മുകുന്ദപുരം. നല്ല എറണാകുളം പോലെ ചരിത്രപരമായി കോൺഗ്രസ്സിന് നല്ല അടിത്തറയുള്ളൊരു മണ്ഡലമാണ് ചാലക്കുടി. ഇന്നസെൻ്റ് വന്ന് സാഹചര്യങ്ങളൊക്കെ മാറ്റി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നെങ്കിലും പിന്നീട് ഇന്നസെൻ്റ് ചാലക്കുടി തോറ്റൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ മാഷ് നല്ലതാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ ആ ഡൈമെൻഷൻസ് എല്ലാം മാറും. കാരണം ഒരു അസംബ്ലി മണ്ഡലം അല്ലല്ലോ. അപ്പോൾ കൂടുതൽ മേഖലയിലേക്ക് പ്രവർത്തിക്കണം. അത്രത്തോളം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ഇല്ല. പിന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 2020 ഒക്കെ ബലത്തിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയില്ല. പിന്നെ BJPയുടെ വോട്ടുകൾ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ നിൽക്കാനാണ് സാധ്യത. അതുകൊണ്ട് ചരിത്രപരമായും ആനുകാലികമായും എല്ലാം കോൺഗ്രസ്സിന് ഗുണം ചെയ്യുന്നൊരു മണ്ഡലമാണ്. രാഷ്ട്രീയപരമായിട്ടും ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം ചൂണ്ടിക്കാണിച്ചല്ലോ, അത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ബെന്നി ബെഹനാന് വിജയസാധ്യത വളരെയധികമുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബെന്നി ചേട്ടന് വറി ചെയ്യാനൊന്നുമില്ല എന്നാണ് നിരീക്ഷണം. നമുക്ക് റാഷിദിനോട് കൂടി ചോദിക്കാം. ശ്രീ CP റാഷിദ് എന്ത് പറയുന്നു? കേരളത്തിൽ അട്ടിമറി സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ ചാലക്കുടി ഉണ്ടോ? താങ്കളുടെ ലിസ്റ്റിൽ ചാലക്കുടി ഉണ്ടോ?
അഭിലാഷ് 2014 ഇന്നസെന്റ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ഇന്നസെന്റ് അവിടെ മത്സരിക്കുമ്പോൾ വ്യക്തിപരമായി ഞാൻ വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം വിജയിച്ചു വരികയായിരുന്നു. നേരിയ ഒരു ഭൂരിപക്ഷം 15,000-അടുത്തുള്ള ഭൂരിപക്ഷം ആയിരുന്നെങ്കിലും അദ്ദേഹം വിജയിച്ച ഒരു ചരിത്രമുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഈ UDF രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന, ഭാവിയിലും ആ സ്ഥാനം അലങ്കരിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്ന നിലക്കും ആ മണ്ഡലവുമായി വലിയ ബന്ധമുള്ള ആൾ എന്നുള്ള നിലക്കും നിലവിൽ UDF സ്ഥാനാർത്ഥി തുടരാൻ തന്നെയാണ് അവിടെ സാധ്യത. യെസ്, UDF വിജയമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അഡ്വാൻറ്റേജ് UDF എന്നുള്ളതാണ്. പക്ഷേ എറണാകുളം പോലെയോ ഇടുക്കി പോലെയോ ഒരു മാസീവ് വിക്ടറി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് സാധാരണ നിലയിൽ കടുത്ത UDF മണ്ഡലമാണെങ്കിലും അപ്രതീക്ഷിതമായി വന്നിട്ടുള്ള ചില ഫാക്ടേഴ്സ്, ചില അണ്ടർ കറൻസ്, ചില അടിയൊഴുക്കുകൾ, ഇതൊക്കെ ചാലക്കുടിയെ കൗതുകകരമാക്കുന്നുണ്ട്. അതുകൊണ്ട് ജൂൺ 4 ചാലക്കുടിയുടെ റിസൾട്ട് അറിയാൻ ആരും മറന്നു പോകണ്ട.